നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 31 ഡിസംബർ 2025 നടന്ന സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് കേരള PSC എക്സാമിൻ്റെ മാത്സ് ചോദ്യങ്ങളാണ്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ ചോദ്യം, ഫൈൻഡ് ദ കോസ്റ്റ് പ്രൈസ് ഇഫ് ദ സെല്ലർ ഹാഡ് എ ലോസ് ഓഫ് 20% വെൻ ഫർണിച്ചർ വാസ് സോൾഡ് ഫോർ ₹820. അതായത് 820 രൂപയ്ക്ക് ഒരു ഫർണിച്ചർ വിറ്റപ്പോൾ പുള്ളിക്ക് 20% നഷ്ടമുണ്ടായി. അതായത് നമുക്കൊരു സാധനം നഷ്ടമുണ്ടാവണമെങ്കിൽ ആ സാധനം നമ്മൾ വാങ്ങിച്ച വിലയേക്കാളും താഴെയുള്ള വിലക്കാണ് നമ്മൾ കൊടുത്തത്, വേറെ ഒക്കെ കൊടുത്തത്. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് നഷ്ടമായിട്ട് വരിക. അപ്പോൾ അയാൾക്ക് 20% നഷ്ടം വന്നിരിക്കുന്നത്. എത്ര രൂപയ്ക്ക് വിറ്റപ്പോൾ? 820 രൂപയ്ക്ക് വിറ്റപ്പോൾ. അപ്പോൾ നമുക്ക് തന്ന ഡീറ്റെയിൽസ് ഏതൊക്കെയാണ്? സെല്ലിംഗ് പ്രൈസ്, അതായത് വിറ്റ് വില 820 തന്നിട്ടുണ്ട്. ലോസ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട് 20%. നമുക്ക് ലോസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. ലോസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ്, അതായത് ലോസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ആണ് നമ്മുടെ ലോസ് പെർസെൻറ്റേജ് വരിക. അതായത് ഈ ലോസ് എത്രയാണ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ലോസ് കണ്ടുപിടിക്കാൻ നമ്മുടെ കോസ്റ്റ് പ്രൈസ് നിന്ന് സെല്ലിംഗ് പ്രൈസ് കുറച്ചാൽ മതി. അതായത് നമ്മൾ നമ്മുടെ ശരിക്കുള്ള വിലയും നമ്മൾ വിറ്റ വിലയും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിച്ചാൽ മതി. അതായിരിക്കും നമ്മുടെ നഷ്ടം. പിന്നെ നമുക്ക് ഇതിനകത്ത് ലോസ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്, 20 തന്നിട്ടുണ്ട്, സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട് 820, കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കണം. കോസ്റ്റ് പ്രൈസ് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ 20 = x - 820/x × 100 എന്ന് വരും. ഇതൊന്ന് സോൾവ് ചെയ്താൽ മാത്രം മതി. x = 5x - 820 × 5. ഇതെങ്ങനെയാണ് വന്നത്? ഈ 20 ഈ 100ൽ 5 പ്രാവശ്യം പോയി. അപ്പോൾ 20 ഇവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ 1നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സുമായിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എക്സ് എന്ന് വരും. ഇവിടെ പിന്നെ 5 മാത്രമേ ഉള്ളൂ. ഈ 5നെ നമ്മൾ എക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 820 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 5x - 820 × 5 എന്ന് വരും. ഇതിനെ നമ്മളൊന്ന് അങ്ങോട്ട് റീഅറേഞ്ച് ചെയ്താൽ മതി. എക്സ് ഉള്ള ടേംസ് ഒരു ഭാഗത്തേക്ക് എടുക്കുക. സോ 5x - x എന്ന് വരും. അത് 4x ആയി. ഈ -820 × 5നെ ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തപ്പോൾ അത് 820 × 5 ആയി. 4x = 820 × 5 എന്ന് വന്നു. അപ്പോൾ x = 820 × 5 / 4. ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നത് എല്ലാം ഡിവൈഡ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ 820/4 205 എന്ന് കിട്ടി, × 5, അതായത് നമുക്ക് 1025 എന്ന് കിട്ടും ഉത്തരം. അതായത് ഇവിടെ വരിക ഓപ്ഷൻ ബി ആണ്. ലോസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്ന പോലെ തന്നെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ലോസിന് പകരം ഇവിടെ പ്രോഫിറ്റ് വരും കേട്ടോ. അതായത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് × 100 എന്ന് വരും. ഓക്കെ, ഇതുകൂടെ ഒന്ന് നോട്ട് ചെയ്തേക്ക്. അടുത്ത ചോദ്യം, 20 + 6 / 2 × 5 - 10 = വാട്ട്? ഇത് ജസ്റ്റ് നമുക്ക് എന്താ പറയുക, ബോർഡ് മാസ് റൂൾ വെച്ച് ചെയ്യാം. ബോർഡ് മാസ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ആദ്യം നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിന് ആദ്യം ബ്രാക്കറ്റിനകത്തുള്ള എന്താ പറയുക ഓപ്പറേഷൻസ് ചെയ്യുക, അതിനുശേഷം പവർ ചെയ്യുക, അതിനുശേഷം ഡിവൈഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, അഡീഷൻ ഓർ സബ്സ്ട്രാക്ഷൻ, അതെങ്ങനെ വേണമെങ്കിലും ചെയ്യാം. സോ നമുക്ക് നോക്കി ഇതിനകത്ത് ബ്രാക്കറ്റ് ഉണ്ടോ? ഇല്ല. പവർ ഉണ്ടോ? ഇല്ല. ആദ്യം വരുന്നത് എന്താ? ഡിവിഷൻ അല്ലേ. അപ്പോൾ 6/2 അത് എത്രയായിട്ട് വരും? നമുക്ക് 3. അപ്പോൾ 20 + 3 × 5 - 10 വരും. അടുത്ത ഏതാ ചെയ്യേണ്ട? ഡിവിഷൻ കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് ഏതാ ഉള്ളത്? മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ എത്ര? 3 × 5 ഉണ്ട്. അത് എത്ര കിട്ടും? 15 എന്ന് കിട്ടും. അപ്പോൾ 20 + 15 - 10. പിന്നെ ഇത് ജസ്റ്റ് ആഡ് ചെയ്ത് 20 + 15 35, 35 നിന്ന് 10 കുറച്ച് കഴിഞ്ഞാൽ 25. സോ ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രാക്ഷൻസ് ഈസ് ദ സ്മോളസ്റ്റ്? ഇതിനകത്ത് ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇതിൻ്റെയൊക്കെ അംശം നോക്കിക്കേ, ന്യൂമറേറ്റർ നോക്കിക്കേ, എല്ലാം സെയിം അല്ലേ. ന്യൂമറേറ്റർ സെയിം ആണെങ്കിൽ ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? അതിൻ്റെ ഏറ്റവും വലിയ ഡിനോമിനേറ്റർ ഏതാണെന്ന് നോക്കിയാൽ മതി. അതായത് ഛേദം ഏറ്റവും വലുത് ഏതാണോ അതായിരിക്കും ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ 11നെ 9 പ്രാവശ്യം കട്ട് ചെയ്യുമ്പോഴാണോ, 10 പ്രാവശ്യം കട്ട് ചെയ്യുമ്പോഴാണോ, 6 പ്രാവശ്യം കട്ട് ചെയ്യുമ്പോഴാണോ, 7 പ്രാവശ്യം കട്ട് ചെയ്യുമ്പോഴാണോ ഏറ്റവും ചെറിയ രീതിയിൽ കട്ട് ചെയ്യാൻ പറ്റുക? ചുമ്മാ ആലോചിച്ച് നോക്കി. ഇതിപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ അല്ലേ. ഇതിപ്പോൾ നിങ്ങൾക്കൊരു കേക്കാണെന്ന് വിചാരിക്കുകയും എല്ലാവർക്കും ഒരു കേക്ക് ഉണ്ട്. ഈ കേക്കിന് 9 ആൾക്ക് ഡിവൈഡ് ചെയ്യുമ്പോഴാണോ, 6 ആൾക്ക് ഡിവൈഡ് ചെയ്യുമ്പോഴാണോ, 10 ആൾക്ക് ഡിവൈഡ് ചെയ്യുമ്പോഴാണോ, 7 ആൾക്ക് ഡിവൈഡ് ചെയ്യുമ്പോഴാണോ നിങ്ങൾക്ക് ഏറ്റവും ചെറിയ പീസ് കിട്ടുക? അത് 10 ആൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലേ നിങ്ങൾക്ക് ഏറ്റവും ചെറിയ പീസ് കിട്ടുക. അതായത് ആൾക്കാർ കൂടുന്ന സമയത്ത് നമ്മുടെ എന്താ പറയുക, നമുക്ക് കിട്ടുന്ന പോർഷൻ്റെ സൈസും കുറയും. സോ ഇവിടെ അപ്പോൾ ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 11/10. അടുത്തത് 29ാമത്തെ, ഫൈൻഡ് ദ റേഷ്യോ ഓഫ് 90 cm to 1.5 മീറ്റർ. റേഷ്യോ കാണുന്ന സമയത്ത് നോക്കിക്കേ, ഈ 90 സെൻറ്റിമീറ്ററും ഇത് 1.5 മീറ്ററുമാണ്. ഇതിന് രണ്ടിനും ഒരേ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമുക്കറിയാം
100 സെൻറ്റിമീറ്ററാണ് ഒരു മീറ്റർ അല്ലേ? അപ്പോൾ ഈ 1.5 മീറ്ററിനെ നമുക്ക് എങ്ങനെ സെൻറ്റിമീറ്ററിലേക്ക് ആക്കാം? ഒന്നുകിൽ 90 സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കാം, അല്ലെങ്കിൽ 1.5 സെൻറ്റിമീറ്ററിനെ 1.5 മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് ആക്കാം. രണ്ടും ഒരേ യൂണിറ്റിൽ മതി. സോ ഞാൻ ഇവിടെ ചെയ്തത് 1.5 മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് ആക്കാനാണ്. അപ്പം ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്ററാണ് നമുക്കറിയാം. അപ്പോൾ 1.5 മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 150 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 90:150, അതായത് 90:150 കണ്ടുപിടിച്ചാൽ മതി. ഇതിൽ 30 90 3 പ്രാവശ്യം പോയി, 30 150 5 പ്രാവശ്യം പോയി. അപ്പോൾ 3:5, അതായത് ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, എ പേഴ്സൺ കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 20 കിലോമീറ്റർ വൈൽ വാക്കിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 4 km/h. ഹൗ മച്ച് ഡിസ്റ്റൻസ് ഹി വുഡ് കവർ ഇൻ സെയിം ടൈം ഇഫ് ഹി വാക്സ് അറ്റ് സ്പീഡ് ഓഫ് 5 km/h? നമുക്ക് ഇതിനകത്ത് ഒറ്റ ഇക്വേഷൻ മാത്രമേ വേണ്ടൂ. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഇത് മാത്രം അറിഞ്ഞാൽ മതി. പിന്നെ തന്നിരിക്കുന്ന എല്ലാം യൂണിറ്റ് ശ്രദ്ധിക്കണം. അതായത് സ്പീഡ് തന്നിരിക്കുന്ന അതേ യൂണിറ്റ് തന്നെയാണോ ഡിസ്റ്റൻസും ടൈമും എല്ലാം തന്നിരിക്കുന്നതെന്നും കൂടി നോക്കണം. സോ ഇവിടെ 4 km/h ആണ്, 20 km ആണ്. അപ്പോൾ യൂണിറ്റിന് മാറ്റേണ്ട ആവശ്യമില്ല. സോ സ്പീഡ് നമുക്കറിയാം എത്രയാണ്, 4 km/h. ഡിസ്റ്റൻസ് എത്രയാണ്, 20 km. അപ്പോൾ ടൈം കണ്ടുപിടിക്കാമല്ലോ. ടൈം എത്ര കിട്ടും, 20/4, അതായത് 5 hours. അതായത് ഇയാൾ 4 km/h സ്പീഡിൽ 20 കിലോമീറ്റർ കവർ ചെയ്യാൻ 5 മണിക്കൂർ എടുത്തു. ചോദ്യം, ഇതേ സമയം കൊണ്ട് പുള്ളി 5 km/h സ്പീഡ് പോയി കഴിഞ്ഞാൽ എത്ര ദൂരം സഞ്ചരിക്കും അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും പുള്ളി 4 km/h പോയിട്ട് 20 കിലോമീറ്റർ സഞ്ചരിച്ചു. എന്തായാലും 5 km/h, ഇപ്പോൾ സ്പീഡ് കൂടുതലാണ്, എന്തായാലും 20-ന് മുകളിലായിരിക്കും ഡിസ്റ്റൻസ് അല്ലേ? കാരണം 4 km/h സ്പീഡിലാണ് പുള്ളി ഇപ്പോൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുള്ളി സഞ്ചരിക്കുന്ന ദൂരം കൂടുതലായിരിക്കും. സോ 20 താഴെയുള്ള എല്ലാം നമുക്ക് ഒഴിവാക്കാം. 16 ഒഴിവാക്കാം, 18 ഒഴിവാക്കാം, പിന്നെ 20 എന്തായാലും ഒഴിവാക്കാം. കാരണം അതാ 20 കിലോമീറ്റർ സഞ്ചരിക്കണമെങ്കിൽ പുള്ളി 4 km സ്പീഡിലാണ് പോകേണ്ടത്. ഇവിടെ പോകുന്നത് 5 km സ്പീഡിലാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആ ലോജിക്ക് വെച്ചിട്ടാണ് നിങ്ങൾക്ക് 25 എന്ന ഉത്തരത്തിലേക്ക് എത്താം. അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിക്കാം, T = 20/4 5 മണിക്കൂർ. ഇനി ഇതേ 5 മണിക്കൂർ കൊണ്ട് പുള്ളി 5 km/h സ്പീഡിൽ പോവുകയാണ്. എഗെയിൻ ഇതിനകത്ത് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, സ്പീഡ് ഇൻറ്റു ടൈം. ടൈം നമ്മൾ കണ്ടുപിടിച്ചു 5, ഇവിടെ 5 വരും. സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്, 5 km/h. അപ്പോൾ 5 × 5 25 km എന്ന് കിട്ടും. അപ്പോൾ ഓപ്ഷൻ ഡി. അടുത്തത്, ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് ഓഫ് ദ 4 ഓപ്ഷൻസ് ഇൻ ദ ഫോളോയിങ്. നോക്കിക്കേ, -2 24 ഉണ്ട്, -3 10 ഉണ്ട്, -4 12 ഉണ്ട്, -6 8 ഉണ്ട്. ഈ നമ്പർ ഓഫ് പേഴ്സിൽ വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു പേര് നോക്കിക്കേ. എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ കണ്ടുപിടിച്ചത് ഇങ്ങനെയാണ്. അതായത് -2 × 24, ഈ നമ്പേഴ്സൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓരോ പേരിലും നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. -2 × 24 എത്ര കിട്ടി, -48 കിട്ടി. -3 × 10 -30 കിട്ടി. -4 × 12 അതും -48 കിട്ടി. -6 × 8 അതും -48 കിട്ടി. ഇവിടെ വേറിട്ടിരിക്കുന്ന ആരാ, -3 × 10 അല്ലേ, അത് 30 അല്ലേ. ബാക്കി എല്ലാം എത്രയാ, 48 അല്ലേ, -48 അല്ലേ. സോ ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ ബി ആണ്. അടുത്തത്, ഇൻ എ സെർട്ടൻ കോഡ് റിയർ ഈസ് റിട്ടൺ ആസ് UHDU. ഹൗ ഈസ് UHDU റിട്ടൺ ഇൻ ദാറ്റ് കോഡ്? അതായത് റിയർ എന്നത് UHDU എന്ന് എഴുതി, എന്നാൽ UHDU എന്തായിട്ട് എഴുതാൻ പറ്റും? സോ ഞാൻ ഈ ലെറ്റേഴ്സ്, റിയറിൻ്റെ ലെറ്റേഴ്സ് താഴെ എഴുതാണ്, പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി. നമുക്ക് റിയർ എങ്ങനെ എഴുതിയേക്കുന്നത്, 6 കഴിഞ്ഞ് UHDU അല്ലേ, UHDU. ഈ 6ഉം യുവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, ഇയും എച്ചിലേക്ക് ബന്ധമുണ്ടോ, എയും ഡിയിലേക്ക് ബന്ധമുണ്ടോ, 6ഉം യുയിലേക്ക് ബന്ധമുണ്ടോ നോക്കിയാൽ മതി. നോക്കിക്കേ, ഇതിൻ്റെ ആദ്യത്തെ ലെറ്റർ 6 ആണ്, ലാസ്റ്റ് ലെറ്ററും 6 ആണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടിയ കോഡിലെ ആദ്യത്തതും യു ആണ്, അവസാനത്തതും യു ആണ്. അപ്പോൾ എന്താ പറയുക, എന്തോ ഒരു ബന്ധമുണ്ട് ഇതിനകത്ത്. അതായത് ഒരു യൂണിഫോം ബന്ധമാണ്, അതായത് കോൺസ്റ്റൻറ്റ് ബന്ധം. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 6 ST കഴിഞ്ഞിട്ടാണ് യു. 6 കഴിഞ്ഞിട്ട് ആൽഫബറ്റ് സീരീസിൽ, ഇംഗ്ലീഷ് ആൽഫബറ്റ് സീരീസിൽ ABCD മുതൽ Z വരെയുള്ള സീരീസിനകത്ത് PQR 6 കഴിഞ്ഞ് എസും ടിയും കഴിഞ്ഞിട്ടാണ് യു വരുന്നത്. അതായത് 6 കഴിഞ്ഞ് 2 ആൽഫബറ്റ് കഴിഞ്ഞ്. അതുപോലെ തന്നെയാണോ ഇ കഴിഞ്ഞിട്ട് 2 ആൽഫബറ്റ് കഴിഞ്ഞിട്ടാണോ എച്ച്, 3 ആൽഫബറ്റ് കഴിഞ്ഞിട്ടാണോ എച്ച്, നമുക്ക് നോക്കാം. ഇ കഴിഞ്ഞിട്ട് എഫും ജിയും കഴിഞ്ഞിട്ടല്ലേ എച്ച്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി അടുത്ത എത്രയായിരിക്കും, എ കഴിഞ്ഞു, ഡിയിലേക്ക് എത്താൻ ബിയും സിയും കഴിഞ്ഞാൽ മതി. അടുത്തത് എസും ടിയും കഴിഞ്ഞ യു ആയി അല്ലേ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ UHDUവിനെ എങ്ങനെ കോഡ് ചെയ്യാം. ഓക്കെ, 6 കഴിഞ്ഞ് 2 ആൽഫബറ്റ് കഴിഞ്ഞ് യു. അപ്പോൾ UHDU കോഡ് ചെയ്യണമെങ്കിൽ യു കഴിഞ്ഞ് 2 ആൽഫബറ്റ് കഴിഞ്ഞാൽ മതി. അവന് യു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊക്കെ ആൽഫബറ്റ് കഴിയണം, വിയും ഡബ്ല്യൂയും, UVW അല്ലേ. അത് കഴിഞ്ഞിട്ടുള്ള ആൽഫബറ്റ് ഏതാ, എക്സ്. അപ്പോൾ നമുക്ക് വരുന്ന ആദ്യത്തത് എക്സ് ആയിരിക്കും. സോ ഓപ്ഷനിൽ ഈ എ ഓപ്ഷനും പോയി,
ബി ഓപ്ഷനും പോയി, ബാക്കിയുള്ളത് സിയും ഡിയും മാത്രമാണ്. ഇനി അടുത്തത് എച്ച് കഴിഞ്ഞാൽ 2 ആൽഫബറ്റ് കഴിഞ്ഞിട്ട് HIJ, അടുത്തത് കെ. സോ കെ വരും, XK. സോ ഇതും പോയി, നമുക്ക് ആകെയുള്ള ഒരു ഓപ്ഷൻ ഡി ആണ്. ഇപ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ ഓപ്ഷൻ ഡി നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഫുള്ള് കണ്ടുപിടിക്കാം. ഡി വന്നു കഴിഞ്ഞാൽ അടുത്തത് EF കഴിഞ്ഞ് G, U കഴിഞ്ഞാൽ VW കഴിഞ്ഞ് വീണ്ടും X. സോ നമ്മുടെ ആൻസർ വരിക ഓപ്ഷൻ ഡി തന്നെയാണ്. അടുത്തത് X introduces Y, saying he is the husband of the granddaughter of the father of my father. How is Y related to X? ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നല്ലേ. ഹീ ഈസ് ദ ഹസ്ബൻഡ്, അതെ എക്സും വൈയും ആണാണോ പെണ്ണാണെന്നൊന്നും ഇപ്പോൾ പറയുന്നില്ല. അതായത് നമുക്ക് നോക്കാം, എക്സും വൈയും കിടപ്പുണ്ട്. ഞാൻ ഈ എക്സും വൈയും ഇങ്ങനെ താഴെ എഴുതാൻ കാരണം നമുക്ക് എന്താ പറയുക, ജനറേഷൻ മുകളിലേക്ക് എഴുതാം. നമ്മളിപ്പോൾ ഫാമിലി ട്രീ ഒക്കെ ചെയ്യുന്ന സമയത്ത് അച്ഛൻ, അമ്മ, മക്കള്, അവരുടെ മക്കൾ, ഇങ്ങനെ താഴേക്ക് എഴുതുക. അതുപോലെ ഞാനിപ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് എഴുതുന്നത്, കാരണം ഇതിലൊരാൾ ഗ്രാൻഡ് ഡോട്ടർ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും 2 ജനറേഷൻ മുകളിൽ വരും. സോ നമുക്ക് നോക്കാം. എക്സ് ഇൻട്രൊഡ്യൂസസ് വൈ സെയിങ്, നമ്മുടെ എക്സ് ഇതേ പച്ചക്കളറിൽ ഇവിടെ ഇരിപ്പുണ്ട്, വൈ ഇതേ ഇവിടെ ഇരിപ്പുണ്ട്. എക്സ് ഇൻട്രൊഡ്യൂസസ് വൈ സെയിങ് ഹീ ഈസ് ദ ഹസ്ബൻഡ്. ഹീ എന്ന് പറയുമ്പോൾ വൈ ആരായി? ഹീ ഈസ് ദ ഹസ്ബൻഡ്. വൈയുടെ ഇത് കിട്ടിയത്, നമുക്ക് ജെൻഡർ കിട്ടിയത് മെയിലാണ് അല്ലേ? അപ്പോൾ പുള്ളി ആരുടെയോ ഹസ്ബൻഡാണ് അല്ലേ? നോക്കിക്കേ. ഓക്കെ, ഇത് ആരാ നമുക്കറിയില്ല, പുള്ളിയുടെ വൈഫാണ് ഇത് ഈ കിടക്കുന്ന ആൾ. ഇത് ആരാണെന്നോ എന്താണെന്ന് നമുക്കറിയില്ല. ഹീ ഈസ് ദ ഹസ്ബൻഡ് ഓഫ് ഗ്രാൻഡ് ഡോട്ടർ. ആരുടെയോ ഗ്രാൻഡ് ഡോട്ടറാണ് ഈ പുള്ളിക്കാരി. അപ്പോൾ ഗ്രാൻഡ് ഡോട്ടർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പുള്ളിക്കാരിക്ക് ഒരു എന്താ പറയുക, അച്ഛനും അമ്മയുണ്ട്. അയാൾക്കും അല്ലെങ്കിൽ അവർക്ക് ഒരു അച്ഛനും അമ്മയുണ്ട്. ഇവരുടെ ഗ്രാൻഡ് ഡോട്ടറാണ്, കാരണം ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, ഈ ജനറേഷൻ്റെ മകളുടെ അല്ലെങ്കിൽ മകൻ്റെ വീണ്ടും മകളാണ് ഈ പുള്ളിക്കാരി ആരാ? വൈയുടെ ഹസ്ബൻഡാണ്. ഇതൊക്കെയാണോ? ഇത്രയും നമുക്ക് ആദ്യത്തെ ടേമിൽ കിട്ടി. ഹീ ഈസ് ദ ഹസ്ബൻഡ് ഓഫ് ദ ഗ്രാൻഡ് ഡോട്ടർ, അതായത് വൈ ഹീ ഈസ് ദ ഹസ്ബൻഡ് ഓഫ് ദ ഗ്രാൻഡ് ഡോട്ടർ. ഈ ഒരു ലൈൻ മനസ്സിലായില്ലേ? ഇനി അടുത്തത് ഓഫ് ദ ഫാദർ ഓഫ് മൈ ഫാദർ. ഓഫ് ദ ഫാദർ, ഗ്രാൻഡ് ഡോട്ടർ ഓഫ് ദ ഫാദർ, ഹസ്ബൻഡ് ഓഫ് ദ ഗ്രാൻഡ് ഡോട്ടർ ഓഫ് ദ ഫാദർ ഓഫ് മൈ ഫാദർ. എൻ്റെ അച്ഛൻ്റെ ഗ്രാൻഡ് ഡോട്ടർ എന്നാണ് പറയണേ. അപ്പം എക്സിൻ്റെ അച്ഛൻ ആരാവാം? നോക്കി, ഇയാൾക്ക് ഈ ഫസ്റ്റ് ജനറേഷനിലെ ആൾക്ക് എത്ര മക്കളുണ്ടെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. സോ അയാൾക്ക് ഞാൻ 2 മക്കളെ കൂടി ആഡ് ചെയ്തു. നമുക്ക് നോക്കാം. എക്സിൻ്റെ അച്ഛൻ്റെ അച്ഛനാണ് ഇയാൾ അല്ലേ? നോക്കിക്കേ. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് ഏതൊക്കെ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും നോക്കിയേ. ഈ ഒരു ബേസിക് കണ്ടന്റ് വെച്ചിട്ട് എക്സും വൈയും ബ്രദറാണോ? ബ്രദർ ആവാൻ യാതൊരു ചാൻസും ഇല്ല. കാരണം എക്സിൻ്റെ അച്ഛൻ ഇയാളായാൽ തന്നെ ഇത് അളിയനാണ്. എക്സിൻ്റെ അച്ഛൻ ഇയാളായി കഴിഞ്ഞാൽ എന്താ പറയുക, എക്സിൻ്റെ അച്ഛൻ ഇയാളായി കഴിഞ്ഞാൽ അളിയനല്ല, എന്താ പറയുക, കസിൻ്റെ ഹസ്ബൻഡാണ്, കസിൻ ഇൻ ലോ അങ്ങനെ വേണമെങ്കിൽ പറയാം. പിന്നെ എക്സിൻ്റെ അച്ഛൻ ഇയാളായി കഴിഞ്ഞാൽ ഇത് അളിയനുമായിട്ട് മാറി. ഒരിക്കലും നമുക്ക് ബ്രദർ ആവില്ല, അങ്കിളാവില്ല. അങ്കിൾ എന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡ് ജനറേഷനിലാണ് പുള്ളിക്ക് അങ്കിളായിട്ട് വരിക. അതായത് നമ്മുടെ മാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ സഹോദരങ്ങളല്ലേ. സോ അത് ഇവിടെയാണ് വരിക. ഇതെന്തായാലും ഇവിടെയല്ല. അപ്പം നമുക്ക് ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും കളയാം. കോ ബ്രദർ ആണോ? അല്ല. കാരണം എന്താ, അതിനെപ്പറ്റി ഇവിടെ സംസാരിച്ചിട്ടില്ല. ഇയാൾക്ക് വേറെ ബ്രദർ ഉണ്ടോ ഒന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല. സോ കോ ബ്രദർ ഇവിടെ ഒഴിവാക്കാം. ഇവിടെ ബാക്കിയുള്ള ഏതാ മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉള്ളത്? ബ്രദർ ഇൻ ലോ ആ, അളിയൻ. കാരണം എന്താ, ഈ ഒരു സിറ്റുവേഷൻ വരണമെങ്കിൽ ഈ അളിയൻ ഉള്ള ഒരു ഓപ്ഷൻ ഉള്ള ഒരു സാധ്യത അവിടെയുണ്ട്. കാരണം എന്താ, എക്സിൻ്റെ അച്ഛൻ ഈ വൈയുടെ വൈഫിൻ്റെ അച്ഛനായാൽ മതി, അപ്പോൾ അത് അളിയനായി. അങ്ങനെ ഒരു പോസിബിലിറ്റി വരുന്നതുകൊണ്ട് നമുക്ക് മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ ആയിട്ട് നമുക്ക് ബ്രദർ ഇൻ ലോ എടുക്കാം, അതായത് ഓപ്ഷൻ ഡി അളിയൻ. അടുത്തത്, ഇഫ് ഇറ്റ് ഈസ് സാറ്റർഡേ ഓൺ January 1st, 2000 then January 1st, 2001 വുഡ് ഹാവ് ബീൻ. അതായത് ജനുവരി 1, 2000 ശനിയാഴ്ചയാണ് എങ്കിൽ ജനുവരി 1, 2001 ഏത് ദിവസമായിരിക്കും? നമുക്കറിയാം ലീപ്പ് ഇയറും നോൺ ലീപ്പ് ഇയേഴ്സും ഉണ്ട്. ലീപ്പ് ഇയേഴ്സ് ആണെങ്കിൽ എത്ര? 366 ദിവസമുണ്ട്. നോൺ ലീപ്പ് ഇയേഴ്സ് ആണെങ്കിൽ 365 ദിവസമുണ്ട്. നമുക്കറിയുന്ന ഒരു കാര്യം, നോൺ ലീപ്പ് ഇയേഴ്സിൽ ഒരു വർഷം തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒരേ വീക്ക് ഡേയ്സ് തന്നെ ആയിരിക്കും. ഇപ്പോൾ തിങ്കളാഴ്ചയാണ് തുടങ്ങുന്നതെങ്കിൽ ജനുവരി 1 തിങ്കളാഴ്ച ആണെങ്കിൽ ഡിസംബർ 31 തിങ്കളാഴ്ച തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ 2 നോൺ ലീപ്പ് ഇയേഴ്സ് ആണെങ്കിൽ ഈ വർഷം 1-ാം തീയതി തിങ്കളാഴ്ച ആണെങ്കിൽ അടുത്ത വർഷം 1-ാം തീയതി ചൊവ്വാഴ്ച ആയിരിക്കും. അതാണ് ഒരു വർഷത്തിൻ്റെ നോൺ ലീപ്പ് ഇയേഴ്സ് ആണെങ്കിൽ ഒരു ഡേ അങ്ങോട്ടേക്ക് ചാടിപ്പോവും അല്ലേ? അപ്പോൾ ലീപ്പ് ഇയർ ആണെങ്കിലോ 2 ദിവസം ചാടിപ്പോവും. അതായത് ഈ വർഷം ലീപ്പ് ഇയർ ആണെന്ന് വെച്ചോ,
ജനുവരി 1 തിങ്കളാഴ്ച ആണെങ്കിൽ അടുത്ത വർഷം ജനുവരി 1 ചൊവ്വാഴ്ച ആയിരിക്കില്ല, ബുധനാഴ്ച ആയിരിക്കും. കേട്ടോ, അതൊന്ന് ഓർമ്മിച്ച് വെക്കുക. അങ്ങനെ ഈ ചോദ്യം ചെയ്ത് നോക്കിയേ, 2000 ലീപ്പ് ഇയർ ആണോ? 2000 ലീപ്പ് ഇയർ ആണെങ്കിൽ അല്ലയോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? സാധാരണ ലീപ്പ് ഇയർ ആണോ എന്നൊക്കെ നമ്മൾ എന്താ ചെയ്യുക, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 2000 ലീപ്പ് ഇയർ ആണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, 400 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. സോ 400 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഡിവൈഡ് ആയി പോകുന്നുണ്ട്. സോ 2000 എന്ന് പറഞ്ഞാൽ ലീപ്പ് ഇയർ ആണ്. ലീപ്പ് ഇയർ ആകുമ്പോൾ 2 ഡേ ചാടിപ്പോവും, അല്ലെ 2 ഡേ അപ്പുറത്തേക്ക് പോകും. അതായത് സാറ്റർഡേ ആണ് ജനുവരി 1 എങ്കിൽ സാറ്റർഡേ കഴിഞ്ഞ് സൺഡേ കഴിഞ്ഞ് മൺഡേ ആയിരിക്കും അടുത്ത വർഷം 1-ാം തീയതി. കറക്റ്റ് അല്ലേ? നമുക്കിവിടെ ഇപ്പോൾ എത്ര ആൻസർ വരും? ജനുവരി 1 2001 വെച്ച് കഴിഞ്ഞാൽ മൺഡേ ആയിട്ട് വരും. 34 ഓപ്ഷൻ എ ആണ്. 35 ഇത് വളരെ സിമ്പിളായിട്ട് ചോദ്യം. എ പേഴ്സൺ വാക്സ് 15 മീറ്റർ നോർത്ത്. ആദ്യം വടക്കോട്ട് പുള്ളി 15 മീറ്റർ നടക്കുന്നു. അവിടെ റൈറ്റ് എടുത്തിട്ട് വീണ്ടും 5 മീറ്റർ നടക്കുന്നു. ദെൻ ടേൺസ് റൈറ്റ് ആൻഡ് വാക്സ് 15 മീറ്റർ, വീണ്ടും 15 മീറ്റർ റൈറ്റ് എടുത്ത് നടക്കുന്നു. ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഹി നൗ ഫേസിങ്? ഏത് ഡയറക്ഷനിലേക്കാണ് പുള്ളി ഇപ്പോൾ ഫേസ് ചെയ്തിരിക്കുന്നത്? പുള്ളി ഇപ്പോൾ ഫേസ് ചെയ്തിരിക്കുന്നത് എങ്ങോട്ടാ? ആരോ മാർക്ക് നോക്കിക്കേ, താഴോട്ടല്ലേ? താഴോട്ടെന്ന് വെച്ചാൽ നമ്മുടെ ഡയറക്ഷൻ ഏതാ? സൗത്ത്. ഓക്കെ, താങ്ക് യു ഗൈസ് for watching.